കഴിഞ്ഞ ആഴ്ച പഠിച്ച അതിൻ്റെ ശേഷം ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വിത്ത് വഴിയരികിൽ വീണ വിത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചിന്തിച്ചത്. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ 3 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് കാണാൻ കഴിയുന്നത് വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത് എന്ന് പറയുന്നത് എടുത്തു കളയുന്നു എന്നുള്ളതാണ്. അതിന് സാത്താൻ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാരണം അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. വചനം കേൾക്കുന്ന ഉടനെ അത് ഗ്രഹിച്ച് വിശ്വാസമായിട്ട് പരിണമിക്കുവാൻ അനുവദിക്കാതെ ഹൃദയത്തിൽ നിന്ന് അത് എടുക്കപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ എടുത്തു കളയുന്നതിന്റെ അതിപ്രധാനമായിരിക്കുന്ന കാരണം. ഇനിയും അടുത്ത ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. 3 കാരണങ്ങളാല് വഴിയരികിൽ വിതയ്ക്കപ്പെടുന്ന വചനം അത് ഫലശൂന്യമാകാനായിട്ടുള്ള 3 കാരണങ്ങളും അല്ലെങ്കിൽ 3 കാര്യങ്ങളും. വഴിയരികിൽ വിതയ്ക്കപ്പെടുന്ന വചനം ഫലശൂന്യമാകാനുള്ള 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മൾ ചിന്തിച്ചാല് വിത്ത് വഴിയരികിലാണ് വിതയ്ക്കപ്പെട്ടിരിക്കുന്നത്. കാരണം നല്ല നിലത്ത്, ഒരുക്കപ്പെട്ട ഒരു നിലത്ത് വീഴുന്ന വിത്തിന് മാത്രമേ അത് വളർന്ന് അതതിന്റെ സമയത്ത് അതിന് നല്ല ഫലം നൽകി തരാനായിട്ട് സാധ്യമാകുന്നു. ഇവിടെ നമ്മൾ വഴിയരികിൽ വീണ വിത്ത് ഫലത്തിലേക്ക് എത്താൻ അതിന് കഴിയാതെ പോകുന്നു. കാരണം അത് ഒരുക്കപ്പെട്ടിടത്തല്ലാത്തത് കൊണ്ടും പറവകൾ അതിനെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടും അതൊരു പക്ഷെങ്കിൽ അവിടെ കിടന്നുകൊണ്ടൊന്ന് കിളിർക്കാൻ സാധ്യത ഉണ്ടാകാം. പക്ഷെ അതിന് വളരാനുള്ള അനുകൂലമായ സാഹചര്യം വഴിയരികിൽ ലഭ്യമല്ല. കാരണം ഉറച്ചു കിടക്കുന്ന ഒരു പ്രതലത്തിലാണ് ആ വിത്ത് വഴിയിൽ പലപ്പോഴും വീഴുന്നത്. നനവുള്ള ഇടത്തു മാത്രമേ, മണ്ണിന് ഇളക്കമുള്ള സ്ഥലത്ത് മാത്രമേ നമുക്കറിയാം ഏതൊരു വിത്തും എന്ത് ചെയ്യത്തുള്ളൂ, വളർന്നു വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചിന്തിച്ചാൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാല് ഒന്നാമത്തെ കാര്യം സമർപ്പണമില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രധാനം. വഴിയരികിൽ വീണ വിത്തിന് അല്ലെങ്കിൽ വഴിയരികിൽ വീണ വിത്തിന് സമാനമായ കേൾവിക്കാരുടെ ജീവിതത്തില് ഒരു യഥാർത്ഥമായ സമർപ്പണം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. നമുക്കറിയാം, ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ ആ വചനത്തിന്റെ മുൻപിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവർക്ക് മാത്രം ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ആത്മീയ ജീവിതം നയിക്കുവാനും കർത്താവിന് പ്രയോജനപ്പെടുവാനും ഒക്കെ കഴിയത്തു. പല ആളുകൾക്കും വിശ്വാസത്തിൽ വന്നിട്ടും പ്രയോജനപ്പെടാൻ കഴിയാത്തതിന്റെ കാരണം അവർക്കും ഒരു സമർപ്പണം ശരിക്കില്ല. സമർപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒന്ന്. ആരാധന അനുഗ്രഹമാകണമെങ്കിലും ദൈവപ്രസാദമാകണമെങ്കിലും സമർപ്പണം ആവശ്യമാണെന്നാണ് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ശരീരങ്ങളെ സമർപ്പിക്കണം. ശരീരങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ആ ആരാധനയ്ക്കകത്ത് ദൈവപ്രസാദം ഉണ്ടാകത്തു. അതുപോലെ തന്നെ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കാനായിട്ടുള്ള ഏറ്റവും അതിപ്രധാനമായ യോഗ്യതയും സമർപ്പണം. സമർപ്പണമില്ലായ്മ സംഭവിക്കും വഴിയരികിൽ വീഴുന്ന അല്ലെങ്കിൽ വഴിയരികിൽ വീഴുന്ന അല്ലെങ്കിൽ വഴിയരിക് എന്ന ആ നിലവാരത്തോടുള്ള ബന്ധത്തിലെ ശ്രോതാക്കൾക്ക് വേണ്ടതുപോലെ തങ്ങളെ തന്നെ
ദൈവ ഇഷ്ടത്തിനും ദൈവഹിതത്തിനും വചനത്തിന്റെയും മുൻപിൽ സമർപ്പിക്കാൻ സാധ്യമല്ലാതെ. അതുകൊണ്ട് അവര് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന വിശ്വാസികൾ ആകുകയില്ല. അവരാ വന്ന കുറച്ചു കാലത്തേക്കിനുള്ള ഒരു ഉപരിവിപ്ലവമായ പരിപാടി മാത്രമേ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അല്പം കഴിയുമ്പോൾ അതെന്തെയും ആറി കെട്ട് തണുത്ത് പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പം ഞാൻ ആ വിഷയം ഒരു ആഴമേറിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ സമർപ്പണം എന്ന കാര്യത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുക്കപ്പെട്ട നിലത്ത് വീഴുന്ന വിത്ത് പോലെ വചനം ഒരുവന്റെ ഒരുക്കപ്പെട്ട ഹൃദയത്തിനകത്ത് വീണാൽ അത് അവനെ ആഴമേറിയ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കും. ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പൂർണ്ണമായിട്ട് അർപ്പിക്കുക എന്നാണ് പദത്തിനർത്ഥം. ഇപ്പം നമ്മുടെ കർത്താവിനോട് ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചില്ല, ഒരു പരീക്ഷ. ഒരു ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പനയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കൽപ്പനയും എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പം ഈ പൂർണ്ണം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, അത് ഓൾ എന്ന ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്, വിത്ത് ഓൾ ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് ദൈവത്തിന് പൂർണ്ണമായ ഒരു സ്ഥാനം, അല്ലെങ്കിൽ പൂർണ്ണമായ ദൈവത്തെ സ്നേഹിക്കാനായിട്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്, അത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയല്ലേ. പല ആളുകളും അവരുടേതായ ഭൗതികമായ അല്ലെങ്കിൽ അവരുടെ ഈ ലോകപരമായ കാര്യങ്ങളുടെ ലഭ്യതയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ ലഭ്യതയും അതിന്റെ വർധനവുമാണ്. അവര് പ്രാർത്ഥിക്കുന്നതാണെങ്കിലും അതിനു മാത്രമേ അവർ പ്രാർത്ഥിക്കാറുള്ളൂ. അവർ ഉപവസിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി മാത്രമേ അവർ ഉപവസിക്കാറുള്ളൂ. അവർക്ക് ആത്മീയതയുടെ ഉന്നത നിലവാരം പ്രാപിക്കണമെന്നോ അവർക്ക് നിത്യത കൈവശപ്പെടുത്തണമെന്നോ ഒന്നുമുള്ള ആഗ്രഹമൊന്നുമില്ല. കാരണം അവരുടെ സമർപ്പണം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിത സാഹചര്യങ്ങൾക്ക് എന്തുണ്ടാകണം? ദൈവത്തെ കൊണ്ട് മാറ്റം വരുത്തിക്കണം. ചില ആളുകൾക്ക് അവരുടെ ഉപജീവന മാർഗങ്ങൾ നടന്നു പോകണം. അതിനാണ് പലരും ഒരു കൂട്ടർ ദൈവത്തെ സേവിക്കാനും സ്നേഹിക്കാനും തയ്യാറാകും. എന്നാൽ ഒരു നിശ്ചിത ശതമാനം മാത്രമേ ഉള്ളൂ കർത്താവിനെ സ്നേഹിക്കുന്നത് നിത്യതയിൽ പ്രവേശിക്കാനായിട്ടുള്ളൊരു ഉപാധിയും മാർഗവുമായിട്ട് കർത്താവിനെ സമീപിക്കുന്നതാണ്. ഇതെല്ലാം എന്താണ്? ജീവിതത്തിന്റെ സമർപ്പണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം. സമർപ്പണമില്ലായ്മയാകുമ്പോൾ അത് കൂടുതൽ നമ്മെ ദൈവത്തിൽ നിന്ന് ഉള്ള ചിന്ത മാറ്റിയിട്ട് ലോകചിന്തയിലേക്ക് നമ്മെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ. അതുകൊണ്ടാണ് നമ്മള് ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നിങ്ങൾക്ക് എടുക്കണ്ട, അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറയാം. ആ 15-ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പൗലോസ് ആധികാരികമായിട്ട് പറഞ്ഞേച്ച് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും ആരാണ്? അനിഷ്ടരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോപ്പ്, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾ ആരാണ്? മറ്റ് ഇതര മനുഷ്യരെക്കാട്ടിലും നിങ്ങൾ ആരാണ്? അനിഷ്ടന്മാർ. അപ്പം ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിലെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോക ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഒരു വ്യക്തി ക്രിസ്തുവിനെ സമീപിക്കേണ്ടതും ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടതും. മറിച്ച് നിത്യത എന്ന് പറയുന്ന ഒന്നിനോട് ബന്ധപ്പെട്ടുള്ള ഏക കാര്യത്തിനായിരിക്കണം ഒരാൾ കർത്താവിനെ സമീപിക്കാനും കർത്താവിനെ സേവിക്കാനും കർത്താവിനെ പിൻപറ്റാനും ഒക്കെ ഇടയാകേണ്ടത്. അത് ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? ഒരു ആഴമേറിയ സമർപ്പണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ആശയം, നല്ല നിലത്ത് വീണ വിത്ത് ആണെങ്കിൽ മാത്രം, നന്നായി ഒരുക്കപ്പെട്ട നിലത്ത് വീഴുന്ന വിത്തിന് മാത്രമേ ആഴമായ ഒരു സമർപ്പണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? സാധ്യമാകുന്നു. അപ്പം ഈ 3 എന്ന് പറഞ്ഞാല്
ഈ വഴിയരികിൽ വീണ വിത്തിന് സംഭവിക്കുന്ന ഒരു അവസ്ഥ ഇതാണ്: സമർപ്പണം ഉണ്ടാകുകയല്ല. അതുകൊണ്ട് അതെന്തായി മാറും? ഫലം പുറപ്പെടുവിക്കുന്നിടം വരെ വളരുകയല്ല. ഒരു ഫലാവസ്ഥയിലേക്ക് അതിന് വളരാനായിട്ട് എന്ത് ചെയ്യുന്നില്ല. നമുക്കറിയാം, ഏതൊരു വിത്ത് വിതച്ചാലും അത് 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും അങ്ങോട്ട് മൊട്ട് വീഴുന്ന ഉടനെ അതൊന്നും എന്ത് ചെയ്യത്തില്ല, ഫലം കൊടുക്കുകയില്ല. അത് അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ചിലപ്പോ ചിലത് 1 കൊല്ലം വളരണം, ചിലത് 5 കൊല്ലം വളരണം, ചിലത് 10 കൊല്ലം വളർന്നെങ്കിലേ ഫലം കിട്ടുകയുള്ളൂ. അത് ഓരോന്നിനും ഓരോ വളർച്ചയ്ക്കനുസരിച്ച ഫലം ഉണ്ടാകും. അപ്പൊ വഴിയരികിൽ കിടക്കുന്നൊരു വിത്ത് ഒന്ന് കിളുത്തു പോയാൽ തന്നെ അതിനധികം വളരാനായിട്ടുള്ള സാഹചര്യം അതിന്റെ ചുറ്റുപാട് അതിന് നൽകുന്നില്ല. അതുകൊണ്ട് അത് ഒരിക്കലും ഫലത്തിലേക്ക് എത്തുകയില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. വഴിയിലാണ് കിളുത്തു വരുമ്പോ തന്നെ മറ്റുള്ളവരാല് അത് ചവിട്ടപ്പെട്ടും മെതിക്കപ്പെട്ടും അതിന്റെ വളർച്ചയുടെ നാമ്പ് മുരടിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സമർപ്പണമില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ വഴിയരികിൽ വീഴുന്ന വിത്തിനെപ്പോഴും സംഭവിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത് വളരെ അധികമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അത് ഫലമില്ലാതെ പോകുന്നതിന്റെ കാരണം. ഇനി രണ്ടാമത്, വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് അത് ഫലമില്ലാതെ പോകുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഏകാഗ്രതയുടെ കുറവ് ആ വഴിയരികിൽ വീഴുന്ന വിത്തിനുണ്ടാകും. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ആ വാക്കിനെ 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു അങ്ങനെ തന്നെയാണ് ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തിയത്. വഴിയരികിൽ ഇരിക്കുന്നവരോ എന്ന് പറയും. വഴിയരികിൽ വീണ വിത്തിന്റെ വ്യാഖ്യാനം ലൂക്കോസ് എഴുതുമ്പോൾ വഴിയരികിൽ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനത് ആ ഭാഗം വായിച്ചപ്പോൾ തന്നെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. വഴിയരികിൽ ഇരുന്ന ദൈവവചനം കൈക്കൊള്ളുന്നവരും കേൾക്കുന്നവർക്കും എന്തില്ല, ഒരു ഫുൾ കോൺസെൻട്രേഷൻ ഒരിക്കലും അവർക്ക് ആ വചന കേൾവിക്കകത്ത് ഒരിക്കലും ഉണ്ടാകില്ല. അല്ലെ, നമുക്കറിയാം, ഒരു റോഡിൽ നിന്നുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പന്തലിനകത്ത് കയറിയിരുന്ന് വളരെ ഏകാഗ്രതയോടെ ദൈവവചനം കേൾക്കുന്നതും തമ്മിൽ ഒരുപാട് അന്തരം. അവരുടെ ഏകാഗ്രതയും അവരുടെ ശ്രദ്ധയും നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വഴിയിലുണ്ട്, വഴിയരികിലുണ്ട്. ഏകാഗ്രതക്കുറവെന്ന് പറയുന്നതും ഈ വഴിയരികിൽ വീഴുന്ന വിത്തിനോടുള്ള ബന്ധത്തിൽ അതിന്റെ വളർച്ചയ്ക്ക് അതിന്റെ ഫലം കൊടുക്കുന്ന അവസ്ഥയ്ക്ക് പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ വഴിയരികിൽ ഇരിക്കുന്നവർ എന്ന് ലൂക്കോസ് അത് പറയുന്നു. ഒന്നെങ്കിൽ വഴിയരികിൽ ഇരിക്കുന്നവർക്ക് ലക്ഷ്യബോധമില്ലാത്തവരായിരിക്കും. ചുമ്മാ മെനക്കെട്ടിരിക്കുന്നവരാണല്ലോ വഴിയിലിരിക്കുന്നവര്. ജോലിക്ക് പോകാതെ വഴിയിലിരിക്കുന്നവരെ നമുക്കറിയത്തില്ലേ. അവരിങ്ങനെ നാട്ടിലെ വർത്താനമൊക്കെ പറഞ്ഞെന്താ, ഉപജീവന മാർഗത്തിന് പോലും പോകുകയില്ല. ഒരു രാവിലെ പോയി പണിക്കും പോകത്തില്ല, പണിയും ചെയ്യത്തില്ല, ചുമ്മാതെ എന്ത് ചെയ്യും, വഴിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ലക്ഷ്യബോധമില്ല. ജീവിതത്തെ കുറിച്ച് അവർക്ക് എന്തില്ല ലക്ഷ്യം. അവരുടെ വീട്ടിൽ ആരെങ്കിലും അധ്വാനിച്ചു കൊണ്ടുവരുന്നത് 3 നേരം പോയി കഴിക്കും, ബാക്കിയുള്ള സമയം വഴിയിൽ വന്നിരുന്ന് എന്ത് ചെയ്യും, വർത്താനം പറയും. എന്ന് പറഞ്ഞ ലക്ഷ്യബോധം അവരുടെ ജീവിതത്തില് അല്പം പോലും ഉണ്ടാകത്തില്ല. നമുക്കറിയാം, ഒത്തിരി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതത്തെ കുറിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന ആളുകൾ. ശുശ്രൂഷയെ കുറിച്ച് ഒരു ലക്ഷ്യമില്ലാതെ ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല, എങ്ങനെ അതാത് ദിവസത്തെ ഓളത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അങ്ങനെ പോവുക. അതൊരിക്കലും ലക്ഷ്യത്തിൽ എത്തിക്കത്തില്ല. കാരണം ലക്ഷ്യമുണ്ടെങ്കിലേ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. നമുക്കൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് പ്രയത്നിക്കാനായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, സാധിക്കത്തുള്ളൂ. അപ്പം നമുക്കൊരു ലക്ഷ്യം യഥാർത്ഥമായിട്ടൊരു ഒരു ലക്ഷ്യത്തെ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല നിലത്ത് അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടൊരു നിലത്ത് വീഴുന്ന വിത്താണെങ്കിൽ മാത്രമേ അതിനൊരു ലക്ഷ്യം ഉണ്ടാകത്തുള്ളൂ. വഴിയരികിൽ വീണ വിത്തിന് എന്തില്ല, ഒരു ലക്ഷ്യവുമില്ല. അത് വഴിയിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന ആളുകളില്ല, അവർക്ക് ഒരു ലക്ഷ്യവുമില്ല. അവർക്ക് അന്നന്ന് 4 പേരുടെ മുന്നേ കൈ നീട്ടുമ്പോൾ അന്ന് കഴിക്കാനുള്ളത് കിട്ടിയാൽ മതി. അത് ഷാപ്പിലും കൊണ്ട് കൊടുത്ത് അവര് വഴിയരികിൽ ഭക്ഷണം കഴിച്ച് അവർക്ക് വീടില്ല, ഉത്തരവാദിത്തങ്ങളില്ല, മക്കളെ കുറിച്ചും ഇല്ല. അവർക്ക് മക്കളുണ്ടെങ്കിലും ഈ പറയുന്ന മറ്റുള്ളവരുടെ പോലെ ഉത്തരവാദിത്തങ്ങളോ ലക്ഷ്യമൊന്നുമില്ല. അതാണ് ഈ വഴിയരികിലും വഴിയിലിരിക്കുന്നവരെയും വഴിയിൽ ജീവിക്കുന്നവരുടെയൊക്കെ പ്രത്യേകം. അപ്പം ഈ വഴിയരികിൽ വീഴുന്ന വിത്തിന് ലക്ഷ്യബോധമില്ലായ്മ എന്ന് പറയുന്നത് ഒരു വലിയ
ചിന്ത തന്നെ, അല്ലെങ്കിൽ വലിയ പ്രത്യേകത തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല്, ഒരു പക്ഷെങ്കില് വഴിയിലിരിക്കുന്നവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ചില ആളുകൾക്ക് ഒട്ടും ലക്ഷ്യമില്ല, ചിലർക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ. ഒരിടത്തും അവരുടെ ലക്ഷ്യം ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ നമ്മള് ചിലരോട് ചോദിച്ചു കഴിഞ്ഞാല് എന്തോ ആകാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്കൊരു 10-20 കാര്യം പറയാൻ കാണും. അതൊക്കെ ആകാൻ ആഗ്രഹം. എന്നിട്ട് അവര് പറയുന്നത് ഇതിൽ ഏതേലും ഒന്ന് എന്ത് ചെയ്യണം, ആകണം. അതൊരു യഥാർത്ഥമായ ലക്ഷ്യമെന്ന് പറയാൻ പറ്റുമോ? യഥാർത്ഥമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന്, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം വിദ്യാഭ്യാസമാണെങ്കിലും ജീവിതമാണെങ്കിലും നമ്മുടെ പ്രയത്നമാണെങ്കിലും ആ ഫോക്കസിലേക്കായിരിക്കണം ലക്ഷ്യം. ഇത് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യത്തില്ല, അവരെത്തത്തില്ല. ഇനി വഴിയരികിൽ ഇരിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് ഇടയ്ക്കൊന്ന് ഡിസ്കണക്ട് ആയതുപോലെ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ വീഡിയോ ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായിരുന്നു, അതുകൊണ്ട് ചോദിച്ചത്. അപ്പം ഒന്ന് ലക്ഷ്യം എന്ന് പറഞ്ഞാല് ലക്ഷ്യമില്ല, അതോടൊപ്പം തന്നെ ഒരുപാട് ലക്ഷ്യങ്ങൾ വഴിയരികിൽ ഇരിക്കുന്നവർക്ക്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ ആത്മീയതയോടുള്ള ബന്ധത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ പോയിന്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് എന്ത് ചെയ്യത്തില്ല. ഇപ്പൊ പൗലോസ് പറയുന്നൊരു കാര്യമില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ എല്ലാം മറന്നിട്ട് മുൻപിലുള്ള എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഓടുകയാണ്. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം അതിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ലക്ഷ്യക്കുറവും ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ഫലപ്രാപ്തി ഇല്ലാതെ പോകും. കർത്താവ് ആഗ്രഹിക്കുന്ന എന്നാലും കർത്താവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതെല്ലാം എന്താണ്, നാം വളരെയധികം മെച്ചപ്പെട്ട ഫലം കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പുറപ്പെടുവിക്കുക എന്നുള്ളത്. ഒരു വിത്തായിട്ട് നമ്മളെ കണ്ട് ഒരു വിത്തിന്റെ അനുഭവത്തിലൂടെ ഒരു വ്യക്തിയെ ദൈവഭാഗത്തേക്ക് ദൈവം കൊണ്ടുവരുന്നതിന്റെ കാരണം വളരണം, വളർച്ചയ്ക്കനുസരിച്ച് എന്ത് ചെയ്യണം, നിലനിൽക്കുന്ന ഫലം എന്ത് ചെയ്യണം, പുറപ്പെടുവിക്കാം. പക്ഷെ വഴിയരികിൽ വീണാൽ വഴിയരികിൽ കിടക്കുന്ന ഒരു വിത്തിന് ഒരിക്കലും എന്തില്ല, ഫലം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയത്തില്ല. കാരണം ലക്ഷ്യബോധമില്ല, ഒരുപാട് ലക്ഷ്യങ്ങളായിരിക്കാം, ഏകാഗ്രതക്കുറവ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഫലശൂന്യതയിലേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വഴിയരികിൽ വീണത് നയിക്കപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഒരു വാക്യം വേണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തിലൂടെ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം, മനസ്സ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് കണ്ടോ. അപ്പൊ ഏകാഗ്രത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഹവ്വയ്ക്ക് സംഭവിച്ച പരാജയത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൾക്ക് ഒരു കാര്യത്തിൽ ഏകാഗ്രത കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. ദൈവം കൊടുത്ത മുന്നറിയിപ്പും ദൈവം കൊടുത്ത ശാസന എന്ന് പറയുന്നത് ദൈവം കൊടുത്ത മുന്നറിയിപ്പും ദൈവം കൊടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തോട്ടത്തിനകത്ത് മറ്റൊരാൾ അതിക്രമിച്ച് കിടക്കാൻ പാടില്ല, സൂക്ഷിക്കണം. തോട്ടത്തിൽ വേല ചെയ്യണം. ശത്രു ഒരിക്കലും അകത്ത് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ശത്രുവിന് അവസരം ഒരുക്കാതെ സൂക്ഷിച്ചോണം. അത് നടക്കണമെന്ന് എന്ത് വേണം? തോട്ടത്തെക്കുറിച്ച്, തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് വളരെ ജാഗ്രതയോടെ ഏകാഗ്രതയോടെ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും ആ കാര്യത്തിൽ
ഏകാഗ്രതയോട് അതിനെ എന്ത് ചെയ്തില്ല, നിരീക്ഷിക്കുവാനോ സൂക്ഷിക്കുവാനോ സാധിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ശത്രു അകത്ത് കയറി, ശത്രു ആ ഹൃദയത്തിന്റെ ഏകാഗ്രത ഇല്ലായ്മ കൊണ്ട് ആ തലത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഉപായത്തിലൂടെ ചതിച്ചു. അത് കർത്താവ് എടുത്തു പറയുക. അപ്പൊ മനസ്സിലാണ് എപ്പോൾ എന്തുണ്ടാകേണ്ടത്, ഏകാഗ്രത ഉണ്ടാകും. ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ കാര്യങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം ഏകാഗ്രതക്കുറവെന്ന് പറയുന്നത് എന്താണ്, ഫലശൂന്യതയുടെ അതിപ്രധാനമായൊരു വസ്തുതയാണ്. അതാണ് രണ്ടാമതായിട്ട്. ഒന്ന്, സമർപ്പണമില്ലായ്മ. മൂന്ന്, ഏകാഗ്രതയുടെ കുറവ് ഉണ്ടാവും വഴിയരികിൽ വീഴുന്ന വിത്തിന്റെ അനുഭവത്തിൽ. ഇനി മൂന്നാമത്തെ ചിന്ത പറഞ്ഞ് ഞാൻ ആ പോയിന്റ് അവിടെ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുമ്പോൾ വഴിയരികിൽ വീഴുന്ന വിത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വഴിയരികിൽ ഇരിക്കുന്നവരുടെ അനുഭവം എന്ന് പറയുന്നത്, പാപചിന്ത അവരെ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. കാരണം വഴിയരികിലാണ് ഇരിക്കുന്നത്. വിവിധമായ വിഷയങ്ങളിൽ ദൃഷ്ടി പതിക്കുവാനുള്ളതിനാൽ എന്ന് പറഞ്ഞാൽ വഴിയിലിരിക്കുന്നവൻ, അവന്റെ കണ്ണ്, അവന്റെ ചിന്ത, അവന്റെ ഹൃദയമൊന്നും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല. അപ്പൊ വിവിധ വിഷയങ്ങളിൽ ദൃഷ്ടി, നോട്ടം പതിക്കാൻ ഇടയുള്ളതിനാൽ പാപവിചാരങ്ങൾക്ക് സാധ്യത വളരെയേറും. ഏതാ വഴിയിലിരിക്കുമ്പോഴല്ലേ നമുക്കറിയാമല്ലോ, ഈ മെനക്കെട്ടിരിക്കുന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളൊന്നും ആകത്തില്ല, അല്ലേ? അതിലെ ഒരു സ്ത്രീ നടന്നു പോയാൽ അതിനെക്കുറിച്ച് കമന്റ്, ഒരു കൊച്ചതിലെ അതിന് മുന്നേക്കൂടെ നടന്നു പോയാൽ ആ കുഞ്ഞിന്റെ ശാരീരിക സ്ഥിതികളെ കുറിച്ചുള്ള വർണ്ണനകള്, അതിനെക്കുറിച്ചുള്ള മോശം കമന്റ്സ്, ഇതൊക്കെ വഴിയിലിരിക്കുന്ന വ്യക്തികളുടെ സ്വഭാവമല്ലേ? നമ്മൾ പലപ്പോഴും അതിനെ വായു നോക്കികൾ എന്നൊക്കെ നമ്മൾ ഒറ്റ വാങ്ങി വിളിക്കും. അപ്പം ദൃഷ്ടി, നോട്ടം പല നിലവാരങ്ങളിലേക്ക് പതിക്കുന്നതിനാല് പാപവിചാരങ്ങൾക്ക് എപ്പോഴും എന്തുണ്ട്, സാധ്യത കൂടുതലാണ് വഴിയിലിരിക്കുന്ന ആളുകളുടെ പ്രത്യേകം. അപ്പൊ പാപത്തിന്റെ അതിപ്രസരണത്താൽ വചനം ഹൃദയത്തിൽ നിന്ന് വന്യപ്പെടാൻ എളുപ്പമാണ്. പാപത്തിന്റെ അതിപ്രസരണം ഹൃദയത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് കേൾക്കുന്ന വചനം നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത വളരെ എളുപ്പമാണ്. വഴിയരികെ ഇരിക്കുന്നവരിൽ പാപം ചെയ്യുവാനുള്ള വ്യഗ്രതയും കൂടുതലാണ്. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഉൽപ്പത്തി 38-ന്റെ 21-ാമത്തെ വാക്യം. അത് സുപരിചിതമായൊരു ഭാഗമാണെങ്കിലും അതൊന്ന് വായിക്കുന്നതാണ്. 38-ന്റെ 21. എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് 38 38-ന്റെ 21. അവൻ ആ സ്ഥലത്തെ ആളുകളോട് എനായിമിൽ വഴിയരികെയിരുന്ന വേശ്യ എവിടെ എന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവിടെ കൊടുത്തിരിക്കുന്ന പദം വഴിയരികിലിരുന്ന് വേശ്യ എന്നായി. കാരണം നമുക്കറിയാം, ഈ പല കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അതിന് പറ്റുന്നൊരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത്, കൊച്ചി എന്ന് പറയുന്നത്. ഇവിടെ യുഎയിലൊക്കെ ചില പട്ടണങ്ങളിലൂടെ നടന്നു പോകാൻ കഴിയില്ല. വഴിയെ നടന്നു പോകുന്നവർ നമ്മുടെ കയ്യെ പിടിച്ച് വലിക്കും. ഇങ്ങനെ തൊഴിൽ ചെയ്യുന്ന ആളുകള് ഇങ്ങനെ ഒരുങ്ങിച്ചമഞ്ഞിങ്ങനെ റോഡിൽ ഇങ്ങനെ തേരാപ്പാര നടക്കുക. വഴിയെ ചുമ്മാ നടന്നു പോകുന്നതിന്റെ, ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിന്റെ കയ്യെ പിടിച്ച് വലിക്കും. അങ്ങനെയുള്ള പട്ടണങ്ങള്, അങ്ങനെയുള്ള ആളുകള് സുലഭമായി വഴിയിലുണ്ട്. അതിപുരാതന കാലത്ത് തന്നെ ശരീരം വിട്ട് ജീവിക്കുന്ന ആളുകൾ വഴിയിലായിരിക്കുന്നത്.
അപ്പൊ നമ്മൾ വായിച്ച വാക്യം അതാ, അത് ഉൽപ്പത്തി, ആ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലെ ഒരു സംഭവമാണ് നമ്മൾ ഈ വായിക്കുന്നത്. ആ വാക്യം എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നോക്കിയേ. അവൻ ആ സ്ഥലത്തെ ആളുകളോട് എനായിമിൽ വഴിയരികെ ഇരുന്ന വേശ്യ എവിടെ എന്ന് ചോദിച്ചു. വഴിയരികിൽ ഇരുന്ന വേശ്യ എവിടെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാപചിന്തയ്ക്ക് ഒരുപാട് 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 സ്വാധീനത കൂടുതലാണ് ഈ വഴിയരികിൽ ഇരിക്കുന്നവരെന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്? വചനം നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യമാണ് വഴിയരികെന്ന് പറയുന്നത്. അപ്പൊ വചന കേൾവി ഏകാഗ്രതയോടെ അല്ലെങ്കിൽ കേൾക്കുന്ന ശബ്ദം നിഷ്പ്രയോജനമായിട്ട് പോകും എന്നതാണ് ഈ മൊഴിയിലൂടെ യേശു പഠിപ്പിക്കുന്ന അതിപ്രധാനമായ ഭാഗം. എന്ന് പറഞ്ഞാൽ ആ ഒന്നാമത്തെ സാദൃശ്യം കർത്താവ് പറയുമ്പോൾ വചനം വിതച്ചു, വിതച്ച വിത്തിൽ കുറെ എവിടെ വീണു? വഴിയരികിൽ വീണു. അത് നിഷ്പ്രയോജനമെന്ന് തന്നെ കർത്താവ് പറഞ്ഞത് അല്ലേ? അത് പറവകൾ തിന്നുകളല്ലേ. അതിന് വേരില്ലാത്തത് കൊണ്ട് അതെന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള സമർപ്പണമില്ലായ്മയും ഏകാഗ്രതക്കുറവും പാപചിന്തയുടെ സ്വാധീനത്തിന് വളരെയധികം സാധ്യതകളൊക്കെ കൂടുതലുള്ളത് കൊണ്ട് വഴിയരികിൽ വീഴുന്ന വിത്ത് ഒരിക്കലും എന്തായി മാറാറില്ല? ഫലപ്രദമായിട്ട് മാറാറില്ല എന്നുള്ളതാണ് കർത്താവ് ആ ഒന്നാമത്തെ സംഭവത്തിലൂടെ, ഒന്നാമത്തെ ആ ഭാഗത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്ന കാര്യം. ഇനി ഞാൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് പാറസ്ഥലത്തു വിതയ്ക്കപ്പെട്ടതിനെ കുറിച്ചാണ് അല്ലെ? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യം, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഞാൻ 3 വാക്യം ഒന്ന് വായിക്കാം. 3 വാക്യത്തിലും അതിന്റെ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. മത്തായി 13-ന്റെ 20-21. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു, എങ്കിലും വേരില്ലായികയാൽ അവൻ ക്ഷണീകനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകും. വാക്യങ്ങളില് അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ച വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണീകന്മാരാകും, ഇടറിപ്പോകും. ഇതാണ് മർക്കോസ്. ലൂക്കോസിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് 8-13. പാറമേലുള്ളവരോ ഉണ്ടോ? അതാണ് ലൂക്കോസിന്റെ വ്യത്യസ്തതയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പാറസ്ഥലത്തൊന്നും പറയല്ല, പാറമേലുള്ളവരോ. മത്തായിലും എന്താ പറഞ്ഞത്? വഴിയരികിലുള്ളവരോ. അതാണ് ലൂക്കോസ് സുവിശേഷത്തിന്റെ ഒരു റിയൽ ആയിരിക്കുന്ന മനുഷ്യരെ തന്നെ ഉദ്ദേശിച്ചാണ് ലൂക്കോസ് അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത് എപ്പോഴും പറയുന്നത്. നോക്കിക്കേ, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്യും. എത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ലൂക്കോസ് അവിടെ രേഖപ്പെടുന്നത്. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്യും. ഇതാണ് ലൂക്കോസ് രേഖപ്പെടുന്നത്. 3 സുവിശേഷകന്മാരും ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. റെഫറൻസും നിങ്ങൾ കണ്ടല്ലോ. ഈ 3 ഭാഗത്തു നിന്നും നമുക്ക് അതിപ്രധാനമായി മനസ്സിലാക്കാവുന്നതിനുള്ള ചിന്തകൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്